ബാക്ക് ടു Xylem ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ? കാരണം 8ാം ക്ലാസ്സിൽ നിന്ന് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലേക്കാണ്. 9th സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കുറേ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടാകും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ കുറേ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NCERT പുതിയ സിലബസ് ആണ് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി 8ൽ എത്തിയപ്പം സിലബസ് അപ്ഡേറ്റ് ആയി, നിങ്ങൾ വീണ്ടും 9ലേക്ക് എത്തുമ്പോൾ വീണ്ടും സിലബസ് അപ്ഡേറ്റ് ആവാണ്. ഇനിയിപ്പോൾ മേ ബി നെക്സ്റ്റ് ഇയർ 10th സിലബസും അപ്ഡേറ്റ് ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അങ്ങനെയാണ് NCERT പറയപ്പെടുന്നത്. വി ഡോണ്ട് നോ എന്താവും എന്നുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങളും കുറേ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താ 8ാം ക്ലാസ്സിലെ സിലബസ് കയറി ഇപ്പൊ കുഴപ്പമില്ലാത്തൊക്കെ രീതിയിൽ പോയി, പക്ഷെ 9ാം ക്ലാസ്സിലെ സിലബസ് എന്ന് പറയുന്നത് ടഫ് ആയിരിക്കും, അത് ഈസി ആയിരിക്കും, എങ്ങനെയാണ് എന്താണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ 8ൽ നിന്നും 9ലേക്ക് പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നിങ്ങളുടെ പേരൻസിനെയും കൂടെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ എഫക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ മിസ്സി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബയോളജിയിലെ ന്യൂ സിലബസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബയോളജിന്റെ കേസിൽ നോക്കുമ്പോൾ 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ സെല്ലിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് സെൽ ഓർഗനൽസ്, പ്ലാന്റ് സെൽ, ആനിമൽ സെൽ ഒക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ടിഷ്യൂസ് ആണ്. ഈ സെല്ലിൽ നിന്ന് നേരെ ടിഷ്യൂസിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വരുന്നുണ്ട്. അവിടെ തന്നെ പ്ലാന്റ് ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ്, അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല, പകരം നിങ്ങൾക്ക് 2 ചാപ്റ്റർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് അറിയണ്ടേ? യെസ്, അതാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ്. അപ്പം നിങ്ങൾ ഇപ്പോൾ 9th CBSE ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് നമുക്കുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെല്ലാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാം. കുറച്ചുകൂടെ മിസ് സൂം ചെയ്തു തരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. രണ്ടാമതായിട്ട് ടിഷ്യൂസ് എന്ന ചാപ്റ്റർ. ഇത് രണ്ടും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ അപ്ഡേഷൻസ് മാത്രമേ ഈ 2 ചാപ്റ്റേഴ്സിൽ വന്നിട്ടുള്ളൂ. ബട്ട് എൻറ്റയർലി പുതിയ 2 ചാപ്റ്റേഴ്സ് ഇപ്പൊ എന്റെ മക്കൾക്ക് പഠിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനുമാണ്. പക്ഷേ ഈ ഡൈവേഴ്സിറ്റിയും റീപ്രൊഡക്ഷനും ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് പുതിയ കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ 10th CBSE നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ എത്തുമ്പം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, നമ്മുടെ ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനൊരു പ്രീക്വൽ ആയിട്ട് നിങ്ങൾ 10th കയറുമ്പോൾ നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈവേഴ്സിറ്റിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും നിങ്ങളുടെ +1 +2 ഒരു ഇൻട്രൊഡക്ടറി എന്ന രീതിയിൽ ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു 3rd ചാപ്റ്റർ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോകാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നൊക്കെയാണ്. അപ്പൊ അത് മിസ് ക്ലിയർ ആക്കി തന്നെ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കിക്കോ. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തന്നെ നോക്കാം. സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്കവറി ഓഫ് സെൽ, പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ട്. സെല്ലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് സെൽ ഏത്, ആനിമൽ സെല്ല്, അതിൽ തന്നെ കുറച്ചുകൂടെ അഡീഷണൽ ടോപ്പിക് വന്നിട്ടുള്ളതാണ് ഇവിടെ ഈ പറയുന്ന പ്രോക്കാരിയോട്ട്, യൂക്കാരിയോട്ടിക് സെൽ. എന്താണ് പ്രോക്കാരിയോട്ട്, യൂക്കാരിയോട്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും. അതിന്റെ ഇൻട്രോഡക്ടറി ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതാണ്. പിന്നെ അതിന്റെ റോള്, കാര്യങ്ങൾ, ഫങ്ഷൻസ്, എന്താണ് സ്ട്രക്ചറൽ ഡിഫറൻസസ്, ഫങ്ഷണൽ ഡിഫറൻസസ്, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സെൽ ഓർഗനൽസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് വന്ന കാര്യങ്ങളാണ് സെല്ലിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഏതൊക്കെ പ്രോസസ്സുകൾ, നമുക്ക് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ പോലത്തെ പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ സെല്ലുലാർ ഡിവിഷൻസ്, സെൽ സൈക്കിൾ കാര്യങ്ങൾ, അതായത് മൈറ്റോസിസ്, മിയോസിസ്, അതിന്റെ സിമിലാരിറ്റി വേരിയേഷൻ, കുറച്ചധികം കൂടുതൽ കോംപ്ലക്സ് ടോപ്പിക്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ നല്ല എൻജോയ് ചെയ്ത് വളരെ കളർഫുൾ ആയിട്ട് നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വന്നതാണ് എന്ത്, ക്യാൻസറിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ അഡ്വാൻസ്മെന്റ് ഇൻ സെൽ ബയോളജി, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോമോളിക്യൂൾ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ
അപ്ലൈ, ലേണിംഗ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, മസിൽസ്, ഇതിലൊക്കെ ആപ്ലിക്കേഷൻ ലെവലും കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂസ് ആണ്. കാണുന്നുണ്ടല്ലോ, ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ടിഷ്യൂസിലേക്ക് വരുമ്പോൾ നിങ്ങൾ സെൽ ഓൾറെഡി പഠിച്ച് പക്കായി, എല്ലാ സ്ട്രക്ചറും അതിന്റെ ഓർഗൻസും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടിഷ്യൂസ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് തന്നെ വരും. അവിടെ നമ്മൾ അതിന്റെ ഇൻട്രോഡക്ഷൻ, ഇമ്പോർട്ടൻസ്, പ്ലാന്റ് ആനിമൽ ടിഷ്യൂസ്, അതിലെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ്, ഏത് രീതിയിലാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്, അത് കൂടാതെ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, പെർമനന്റ് ടിഷ്യൂസ് ആൻഡ് ആനിമൽ ടിഷ്യൂസ്. പ്ലാന്റ് ടിഷ്യൂസിന്റെ തന്നെ ടൈപ്സ്, അതിന്റെ ഫംഗ്ഷൻ, സ്ട്രക്ചർ ഒക്കെ പഠിക്കും. ആനിമൽ ടിഷ്യൂസിൽ എല്ലാ ആനിമൽ ടിഷ്യൂസും പഠിക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റംസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. മസ്കുലർ സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം, ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് അനാറ്റമിക്കലി നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെയോ കെയർ ഓഫ് മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റം, ഇഞ്ചുറീസ്, പോസ്റ്റൽ കെയർ, ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ്. ഇവിടെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, റോൾ ഓഫ് മസിൽ, കാർട്ടിലേജ്, ബോൺസ്, അതുപോലെ തന്നെ നമ്മൾ യോഗ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ആപ്ലിക്കേഷൻ ലെവലിലും കൂടെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ഇത് നിങ്ങൾക്ക് എൻറ്റയർലി പുതിയതായിരിക്കും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ പുതിയ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണുക. ഇപ്പൊ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് സെക്ഷൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ചെറിയ ലോവർ ഫോംസിലുള്ള റീപ്രൊഡക്ഷൻ, പിന്നെ പ്ലാന്റ്സിലുള്ള റീപ്രൊഡക്ഷൻ, അതുകൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്, നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്. ഇതൊക്കെ ശരിക്കും 10th സ്റ്റാൻഡേർഡിലായിരുന്നു നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ബട്ട് അതിന് മുന്നേ ഒരു മെയിൻ കോൺസെപ്റ്റ്, ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ ഈ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് 10th പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ദ ഗമേറ്റ്, സ്പേം, എഗിന്റെ ഫോർമേഷൻ, ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ, റീപ്രൊഡക്റ്റീവ് ഹൈജൻ, ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ 10th നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ബട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും നമ്മൾ പഠിക്കും. സോ ഈ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തതും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് സയന്റിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ 10th, +1, +2 ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇത് പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ആണ്. ഡൈവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ സിലബസ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കിക്കേ. ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം, ദ കീ ഫീച്ചേഴ്സ്, മേജർ ഡിവിഷൻസ് ഓഫ് ആനിമൽ പ്ലാന്റ്സ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് അസസിമിലാർ എൻറ്റിറ്റീസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊക്കെ ഓർഗാനിസംസ് ക്ലാസിഫൈ ചെയ്ത കുറച്ച് സയന്റിസ്റ്റുകൾ, അതിൽ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ രീതിയിലാണ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. എൻറ്റയർലി പുതിയ ഒരു ഫീൽഡാണ് ഇവിടെ നിങ്ങൾ പഠിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ 11th, +1 സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് വളരെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പം ഈസി ആണോ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ മിസ് ഒരു കാര്യം പറയും, നന്നായിട്ട് പഠിക്കുകയാണോ എന്നെന്ന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു റുട്ടീൻ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സിലബസ് വളരെ ഈസിയാണ്. പക്ഷേ പഠിക്കാതെ അവസാന എക്സാമിന് വേണ്ടിയിട്ട്, ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ മിഡ് ടേം എക്സാം വരട്ടെ അപ്പം പഠിക്കാം, എക്സാം ടൈമിൽ മാത്രം പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച് തീരില്ല. കാരണം ഒരു ചാപ്റ്റർ എക്സ്ട്രാ വന്നിട്ടുണ്ട്, എല്ലാ ചാപ്റ്ററിലും കോണ്ടന്റ് കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പാരന്റ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളുടെ മക്കളോട് പറയണം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകണമെന്നും, ഓരോ അപ്ഡേറ്റിലും അതായത് ഓരോ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് പോകണമെന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പോയിട്ട് നിങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്ത് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് സിലബസ് നന്നായിട്ട് കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ ഒക്കെ കാര്യങ്ങൾ ബാക്കി ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ സയൻസിൽ നിങ്ങൾ 9th കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനൊരു പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു പ്ലാൻ നിങ്ങൾക്കുണ്ട്. ആ പ്ലാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ നീഞ്ച ബാച്ച് ഉള്ളത്. ഏത് CBSE യോധ ബാച്ചിൽ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അറിയാം, അങ്ങനെയുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മിസ് ഞങ്ങളും നീഞ്ചയിലുണ്ട്, നീഞ്ചയിൽ ജോയിൻ ചെയ്തു എന്നുള്ളവരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നോക്കിക്കോ, നമ്മുടെ CBSE നീഞ്ച ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് 3 പ്ലാൻ ഉണ്ട്. ഒരു ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ, ഇങ്ങനെ 3 പ്ലാനുകളാണ് നിങ്ങൾ ബാച്ച് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പം ബേസ് പ്ലാൻ, അതായത് ജസ്റ്റ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കണ്ടാൽ മതി, എല്ലാത്തിൻ്റെയും ഒരു ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കണ്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും,
അതുപോലെ നിങ്ങളുടെ DPP ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് പേപ്പേഴ്സ് കിട്ടും. ആൻഡ് ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഓരോ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ് അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യും. ആൻഡ് റിവിഷൻ ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ കിട്ടാനാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസ് പ്ലാൻ ആണ് എടുക്കേണ്ടത്. ഇതിലൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ബേസ് പ്ലാൻ ആണ് എടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പേൾ വീഡിയോസ്, നമ്മുടെ മിക്ക കുട്ടികളും റെക്കോർഡഡ് വീഡിയോസ് എടുത്ത് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. അതായത് നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അത് കൂടാതെ സെൽഫ് സ്റ്റഡിക്ക് നിങ്ങൾക്ക് പേൾ വീഡിയോസ് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഓരോ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റ് വൈസ് റെക്കോർഡഡ് വീഡിയോസ് ആണ് നമ്മുടെ പേളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പം പേൾ വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഏത് എടുക്കണം? പേൾ പ്രീമിയം പ്രീ റെക്കോർഡഡ് വീഡിയോസ്. പേൾ പ്രീമിയം പ്രീ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെടുക്കണം? നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ തന്നെ എടുക്കണം. സോ മിസ് സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ എന്തായാലും ഇൻഫിനിറ്റി പ്ലാനിലേക്ക് തന്നെ എടുക്കണം. കാരണം പേൾ വീഡിയോസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഇൻസ്റ്റാ ലേൺ ആൻഡ് മൈൻഡ് മാപ്പ്. നമ്മുടെ ബാച്ചിന്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ്. കാരണം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വളരെ ക്യാപ്സ്യൂൾ നോട്ടുകളും അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മാപ്പ് ഒക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ്. അതുകൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ടേക്ക് ഇൻഫിനിറ്റി പ്ലാൻ. സോ നിങ്ങൾക്ക് പേൾ വീഡിയോസും അതുപോലെ തന്നെ ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ലൈവ് ടെസ്റ്റ് പേപ്പർ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന്റെ ഒക്കെ കൂടെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെടുക്കണം? ഇൻഫിനിറ്റി പ്ലാൻ തന്നെ എടുക്കണം. മിസ് എന്തായാലും സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കണം എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു വിഭാഗം കുട്ടികളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ 9th എത്തി, നിങ്ങൾക്ക് ഒരു ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കണം, CUT ഒക്കെ എഴുതിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പോകണം, JNU പോകണം, അങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത്തരത്തിൽ സയൻസ് സബ്ജക്ട്സ് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ, സയൻസ് സബ്ജക്ട്സിൽ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, നമ്മൾ പറയുന്ന മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആർക്കിടെക്ചർ ഫീൽഡിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എൻട്രൻസ് എക്സാമുകൾ ഇപ്പോഴേ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതിനുള്ള ഒരു ബാച്ചാണ് ഇത്, നമ്മുടെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആക്സസ് ടു ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ച്. അപ്പം ശരിക്കും 6ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സിവിൽ സർവീസിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട് പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ. ബട്ട് നമ്മുടെ മലയാളി കുട്ടികൾക്ക് കുറച്ച് മടിയാണ്, അപ്പോഴേ വേണ്ട എന്നുള്ള ചിന്താഗതിയാണ്. ബട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബേസ് തൊട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ വൈസ് കോണ്ടന്റ്, നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടി 9ൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന പോലത്തെ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, MCQs കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റുകൾ ഒക്കെ, നല്ല ക്ലാസ്സുകളും നല്ല എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചിൽ കിട്ടും. അതും കൂടെ ആക്സസ് ചെയ്യണമെന്ന് എൻ്റെ കുഞ്ഞുമക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. അപ്പോൾ ഓർത്ത് നോക്കാം, ബേസ് പ്ലാനിൽ 3374 ഉള്ളൂ, ഇൻഫിനിറ്റിക്ക് 4274 ആണുള്ളത്. യെസ്, നോക്കിക്കോ, 3374 ആണ്, 3374 ആണ് ബേസ് പ്ലാൻ. ഇൻഫിനിറ്റിക്ക് 4274 ആണ്, ഇൻഫിനിറ്റി പ്രോയ്ക്ക് 5174 ആണ്. അപ്പം ചെറിയ ചെറിയ ഡിഫറൻസസിലാണ്, ബട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം നോക്കി പാരന്റ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ആഗ്രഹിക്കുന്നവർ എന്തായാലും എന്ത് ചെയ്യണം? ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ തന്നെ ചൂസ് ചെയ്യുക. നന്നായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. അപ്പം കുറച്ചധികം ടഫ് അല്ലെങ്കിൽ കുറച്ചധികം ഡീറ്റെയിൽഡ് കോൺസെപ്റ്റുകൾ നമുക്ക് ഈ 9th സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പം പുതിയ NCERT കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇതാ എഡ്യൂഫെസ്റ്റിന്റെ ഓഫർ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് റിഡക്ഷൻ ഉണ്ട്, ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സൈലം ലേണിംഗ് ആപ്പ് എടുക്കുമ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓഫർ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം മിസ് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് നിങ്ങൾ ആദ്യം തൊട്ടേ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം, ആദ്യം തൊട്ടേ ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം അത്രയും ലോഡ് കുറച്ച് കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടെ ചാപ്റ്റേഴ്സും കോൺസെപ്റ്റ്സും കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ലെവൽ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ 8ൽ നിന്ന് വരുന്ന കുഞ്ഞു മക്കൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ആക്സസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെ
തന്നെ വേണം. അതിന് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സൈലം നീഞ്ച ബാച്ച് എന്ന് പറയുന്നത്. സോ ഒട്ടും തന്നെ വൈകരുത്, വേഗം തന്നെ ജോയിൻ ചെയ്താൽ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റി ഗ്രൂപ്പ് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിന്റെയും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ കൂടെ പഠിപ്പിക്കാനായിട്ടുള്ളത്. ഇപ്പൊ ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾ എടുത്താലും, നിങ്ങളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഏത് സബ്ജക്റ്റ് എടുത്താലും നിങ്ങൾക്ക് എന്തുണ്ട്, ഫ്രീ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത്രയും മിനിമൽ പ്രൈസസിൽ 1 ഇയറിലേക്കാണ് നമ്മുടെ ഈ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1 വർഷത്തേക്ക് ഈ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ വെൽക്കം ടു സൈലം ഫാമിലി. നമുക്ക് ഫുൾ മാർക്ക് തന്നെ ക്രാക്ക് ചെയ്ത് 9th സ്റ്റാൻഡേർഡിൽ അടിപൊളിയായിട്ട് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമുക്ക് 10th കയറണം. സോ ഈ ഒരു ഇയറിലേക്ക് നല്ലൊരു പ്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈസി ടഫ് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, കുറച്ചധികം ടഫ് ആണെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഈ ഒരു സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്ലാൻ സെറ്റ് ആക്കി തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. സോ വെൽക്കം അഗൈൻ ടു സൈലം ഫാമിലി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.